ഈ 16 വയസ്സും 14 വയസ്സൊക്കെയുള്ള നമ്മുടെയൊക്കെ കാലത്ത് എങ്ങനെയായിരുന്നു ലോകം? പഴയ തലമുറയൊന്ന് ഓർത്ത് നോക്കിയാൽ മതി. നമ്മുടെ മലപ്പുറത്ത് നിന്ന് വന്ന കഴിഞ്ഞ ദിവസം മലയാളികൾ അത്ഭുതത്തോടെ കേട്ടുപോയ ആ വാർത്ത, 14 വയസ്സുകാരി പെൺകുട്ടിയെ, ആ പെൺകുട്ടിയുടെ കാമുകനായ 16 വയസ്സുകാരൻ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം ഇന്നും കേരളത്തിലെ മാധ്യമങ്ങളിലുള്ള ഒരു ചൂടൻ വാർത്തയായിട്ട് ഈ സംഭവം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങൾ ആളുകൾ നടത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൻ പുറത്ത് നഗരങ്ങളിൽ, കൊച്ചിയിലോ കോഴിക്കോടോ തിരുവനന്തപുരത്തോ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ, അവിടെയുള്ള പാർക്കുകളിലൊക്കെ, കോഴിക്കോട് സരോവരം പാർക്കായാലും കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലായാലും ഇവിടങ്ങളിലൊക്കെയുള്ള കാഴ്ചകൾ കണ്ട മലയാളികൾ, ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ ഞെട്ടലുകളൊന്നുമില്ല. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ ചെറുപ്പക്കാർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ആളുകളൊക്കെ പഴഞ്ചനും അമ്മാവനുമൊക്കെയാണെന്ന് പറഞ്ഞ് മുദ്ര കുത്തും. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾ എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്നതെന്നൊരു അഭിപ്രായം പ്രകടനം പോലെയാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. ഈ വീഡിയോക്ക് താഴെ വന്നിട്ട് പല ആളുകളും പുരോഗമനമില്ലാതെ ഇങ്ങനെ സംസാരിക്കില്ല എന്നായിരിക്കും അഭിപ്രായപ്പെടുക. പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വളരെ ദാരുണമായ ചില സംഭവങ്ങൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു അധ്യാപികയുടെ പേര് അമ്മു സന്തോഷ് എന്നാണ്. ഇവർ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവെക്കുന്നുണ്ട്. പുതിയ കുട്ടികളുമായി നന്നായി ഇടപഴകുന്ന ഒരു അധ്യാപിക എന്ന നിലയിൽ അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ കുട്ടികളെ. അവർ വളരെ ഞെട്ടലോടെയും എന്നാൽ അതേസമയം തന്നെ ഇതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ല എന്ന രീതിയിൽ അവരുടെ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. അവർ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു ചെറിയ കുറിപ്പിങ്ങനായിരുന്നു: 16 വയസ്സുള്ള ഒരു ആൺകുട്ടി 14 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്നു എന്നുള്ള വാർത്ത വായിക്കുമ്പോൾ അത്ഭുതം നിറഞ്ഞ മനസ്സോടെ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു. എൻ്റെ മനസ്സിൽ ഒന്നും തോന്നുന്നില്ല, നടുക്കമോ ദുഃഖമോ ഒന്നും തോന്നുന്നില്ല. ഞാൻ സത്യം പറയുകയാണ്, വേണേൽ എനിക്ക് അഗാധമായ നടുക്കവും ദുഃഖവും ചേർത്ത് എഴുതാം, പലരും എഴുതുന്ന പോലെ. പക്ഷെ ഞാൻ സത്യം പറയുകയാണ്, തോന്നുന്നില്ല. കാരണം കൺമുന്നിൽ കാണുന്ന കുട്ടികളുടെ ജീവിതം തന്നെ. ഞാനൊരു ടീച്ചറാണ്, അതിങ്ങനെ എടുത്തു പറയേണ്ടതില്ല, എന്നാലും പറഞ്ഞു പോകുക. ഒരു ടീച്ചർക്ക് ഒരു കുട്ടി തെറ്റിപ്പോയാൽ ഉപദേശം കൊടുക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലേക്ക് കാലം എത്തി നിൽക്കുന്നു. കൊടുത്താൽ അവനോട് ചെന്ന് പറഞ്ഞ് ടീച്ചറിനെ ചീത്ത വിളിപ്പിക്കുന്ന കാലം. അല്ലെ, മാതാപിതാക്കൾ വന്ന് പറയും, നിങ്ങൾ പഠിപ്പിച്ചാൽ മതി, കൂടുതൽ ജോലി ചെയ്യേണ്ടെന്ന്. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ചെറിയ കുട്ടികൾ, ആണും പെണ്ണും, കളർ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ അറിയില്ല സ്കൂൾ കുട്ടികളാണെന്ന്. അവർ ഓരോ ബൈക്കിൻ്റെ പിന്നിൽ ഇരുന്ന് അതിവേഗം ഇങ്ങനെ റേസ് നടത്തും. അത് പാടില്ല എന്ന് പറഞ്ഞു കൊടുത്താൽ വൈരാഗ്യമായി പിന്നെ നമ്മളും സ്വയം ഒതുങ്ങും. ഇവരൊക്കെ വീട്ടിൽ കാണിക്കുന്നത് ഓരോ പേരൻസും എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പേടി തോന്നും. ഇതല്ല, ഇനി ഇതിനപ്പുറവും നടക്കും. കുട്ടികളെ ശിക്ഷിക്കാതെ വളർത്താൻ ഉപദേശിച്ച് നടക്കുന്ന ചില മനുഷ്യരോട് പറയുകയാണ്, തെറ്റിപ്പോകും മുന്നേ ശിക്ഷ കൊടുത്ത് വളർത്തുക, അല്ലെങ്കിൽ ജയിലിലോ ഇതുപോലെയുള്ള ഇടത്തോ കാണാം. ഒന്നും തോന്നുന്നില്ല, ഒന്നും. കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ അധ്യാപികയുടെ ഈ വാക്കുകൾ തന്നെയല്ലേ പല ആളുകളും ഈ വാർത്ത കണ്ടതിന് ശേഷം അറിയാതെ അവരുടെ മനസ്സിൽ പറഞ്ഞു പോയത്? സൊസൈറ്റി ഏകദേശം ഇതുപോലെയൊക്കെ മാറിയിട്ടുണ്ട്. കരുവാരക്കുണ്ടിൽ നടന്ന ഈ അതിദാരുണമായ സംഭവത്തിൻ്റെ നാൾ വഴികൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ഈ 16-കാരൻ പയ്യൻ മാരകമായ ലഹരിക്ക് അടിമയായിരുന്നുവെന്നും ഇയാൾ ഈ പെൺകുട്ടിയെ വധിക്കുന്നതിന് മുമ്പ് ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോടുകൂടി പുറത്തുവിടുമെന്നും പോലീസ് പറയുമ്പോൾ എത്ര ക്രൂരമായാണ് നമ്മുടെ സമൂഹത്തിലെ ഇപ്പോഴത്തെ കുട്ടികൾ ചിന്തിക്കുന്നതെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഈ പെൺകുട്ടിയുമായി 9ാം ക്ലാസ്സിലാണ് ഈ പെൺകുട്ടി പഠിക്കുന്നത്. ഈ കുട്ടിയാണെങ്കിൽ, ഈ കൊലപാതകം ചെയ്ത കുട്ടിയാണെങ്കിൽ +1-ലും. ഈ കുട്ടി പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെയാണ് ഈ പെൺകുട്ടിയും. ഈ പെൺകുട്ടിയുമായി മുമ്പേ ഈ കുട്ടിക്ക് അടുപ്പുണ്ടായിരുന്നു. ഈ കുട്ടിയാണെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നതാണെന്ന് ഈ പെൺകുട്ടിയെ രക്ഷിതാക്കൾക്കും അറിയായിരുന്നു. അതുപോലെ ഈ പെൺകുട്ടിയെ എന്തെങ്കിലും കാണാതിരുന്നു കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ നേരെ പെൺകുട്ടിയുടെ വീട്ടിൽ വന്നിട്ട് ബഹളം ഉണ്ടാക്കും അത്രേ. അവസാനം ഇവർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട്, സ്റ്റേഷനിൽ വെച്ച് പരാതി പറയുന്നുണ്ട്. അങ്ങനെ പെൺകുട്ടിയുടെ മാതാപിതാക്കളും പോലീസുകാരും ഒക്കെ ഈ ചെറുപ്പക്കാരനെ, ഈ കുട്ടിയെ, ഈ ആൺകുട്ടിയെ താക്കീതും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ദിവസം ഈ ദാരുണമായ സംഭവം നടന്നത്. പെൺകുട്ടി വ്യാഴാഴ്ച ദിവസം അനിയത്തിയുമായി സ്കൂളിൻ്റെ പടിവാതിൽക്കൽ വരെ യൂണിഫോമിൽ എത്തിയതായി അവിടുത്തെ CCTV ക്യാമറയിൽ കാണാം. അത് കഴിഞ്ഞാണ് ഈ പെൺകുട്ടി മിസ്സിംഗ് ആവുന്നത്. പെൺകുട്ടിയെയും കൂട്ടി ഈ 16-കാരനായ കാമുകൻ പിന്നീട് നേരെ പോകുന്നത് വാണിയമ്പലത്തിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനടുത്ത്. അവിടെ വെച്ചാണ് ഈ പെൺകുട്ടിയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഈ കുട്ടിക്ക് മറ്റൊരു ചെറുപ്പക്കാരനുമായി, മറ്റൊരു പുരുഷനുമായിട്ടുള്ളൊരു ബന്ധമുണ്ടെന്നൊക്കെ കണ്ടെത്തി ഇയാൾ ഈ കുട്ടിയെ വാക്കുതർക്കത്തിനൊടുവിൽ മർദ്ദിച്ച് പിന്നീട് കൈകൾ മുറുക്കി കെട്ടിയിട്ട്, ഈ പെൺകുട്ടിയുടെ വസ്ത്രത്തിന് ഉപയോഗിച്ച് കൈകൾ കെട്ടിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവസാനം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത്. പെൺകുട്ടിയുടെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ പോലീസുകാർ പിന്നീട് കാണുന്നുണ്ട്. ഈ കുട്ടി പിന്നീട്, ഈ 16 വയസ്സുകാരൻ കാമുകൻ പിന്നീട് ചോര പുരണ്ട കൈകളുമായി അവിടെ അടുത്തുള്ളൊരു വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ വീട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയതാണെന്ന്. പോലീസുകാരൊക്കെ കണ്ട് പേടിച്ച് ഓടിയപ്പോൾ വീണ് പരിക്ക് പറ്റിയതാണെന്ന് ഈ കുട്ടി കള്ളം പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് വെള്ളം വാങ്ങി വെള്ളം കുടിച്ച് കൈയൊക്കെ കഴുകി അവിടുന്ന് രക്ഷപ്പെട്ട ഈ കുട്ടി
പിന്നീട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടുകാരെ വിളിച്ച് ഒരു ഓട്ടോ വിളിപ്പിക്കുന്നു, വീട്ടിലേക്ക് പോകുന്നു. അതിനിടയിൽ ഈ പെൺകുട്ടിയെ വൈകുന്നേരമായിട്ട് പെൺകുട്ടിയെ കാണാതായപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിനെ അറിയിച്ചതിനനുസരിച്ചിട്ടാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും മറ്റും നടത്തിയ അന്വേഷണത്തിലാണ് ഏറ്റവും ഒടുവിൽ പെൺകുട്ടിയുടെ അടുക്കലേക്ക് എത്തുന്നതും ബോഡി കണ്ടെത്തുന്നതും. പെൺകുട്ടി മരണപ്പെട്ടെന്ന് ഈ വിവരം പോലീസിനെ അറിയിക്കുന്നതാകട്ടെ ഈ 16 വയസ്സുകാരൻ പയ്യനും. ആദ്യമൊക്കെ ഇയാൾ നിഷേധിക്കുന്നുണ്ടായിരുന്നു, ഞാനല്ല കൊലപാതകം നടത്തിയതെന്ന്. പെൺകുട്ടി അവിടെ നിന്ന് ഒറ്റയ്ക്ക് പോയെന്നും വേറൊരു കുട്ടിയുടെ കൂടെ പോയെന്നൊക്കെ മാറി മാറി മൊഴി പറഞ്ഞതിന് ഏറ്റവും അവസാനമാണ് പോലീസുകാർ അവരുടെ രീതിയിൽ തന്നെ ചോദ്യം ചോദിച്ചപ്പോൾ താൻ തന്നെയാണ് ബലാത്സംഗം ചെയ്ത് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് ഈ 16-കാരൻ പയ്യന് സമ്മതിക്കേണ്ടി വന്നത്. ഈ പെൺകുട്ടി ഏറ്റവും അവസാനം ഈ തൻ്റെ വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നുണ്ട്. ഈ പയ്യൻ്റെ ഫോണിൽ നിന്നാണ് ഞാൻ കുറച്ച് കഴിഞ്ഞ് എത്തുമെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചിരുന്നത്. പിന്നീട് അപ്രതീക്ഷിതമായി ആ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. ഇതൊക്കെയാണ് പോലീസുകാർക്ക് കൃത്യമായി ഈ വിവരങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് പ്രതിയിലേക്ക് എത്താനും പ്രതിയിൽ നിന്ന് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനും സാധിച്ചത്. ഇതൊക്കെയാണ് ഈ സംഭവങ്ങളുടെ ആകത്തുക. മലയാളികളെ ആകപ്പാടെ ഞെട്ടിച്ച, അവരെ അത്ഭുതപ്പെടുത്തിയ ഈ മഹാക്രൂരതയുടെ വ്യക്തമായൊരു ചിത്രം പോലീസുകാർ പറഞ്ഞത് വെച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നിൽ നിലവിലുള്ളത് ഇതൊക്കെയാണ്. പക്ഷേ ഈ ക്രൂരമായ ഇപ്പോൾ പുറത്തു വന്ന മരണത്തിലൂടെ, ഈ പെൺകുട്ടിയുടെ മരണത്തിലൂടെ മാത്രം പുറത്തു വന്ന ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കും സൊസൈറ്റിയിൽ. അതാണ് ഈ വാർത്തകൾക്ക് പിന്നാലെ ആളുകൾ മുഴുവൻ തങ്ങളുടെ അഭിപ്രായമായി സോഷ്യൽ മീഡിയകളിലൊക്കെ പറയുന്നത്. ഇന്നും ചുറ്റിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരെ നമുക്ക് കാണാം. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ ഒന്ന് ചിരിച്ചു കാണിച്ച അവരുടെ കൂടെ പോകുന്ന ചെറുപ്പക്കാരികളുമായ അല്ലെങ്കിൽ കൗമാരക്കാരികളുമായ ഒരുപാട് ജന്മങ്ങൾ, അവർ സ്വയം തങ്ങളുടെ ജീവിതം വളരെ ടോക്സിക്കായ ബന്ധങ്ങളിൽ കുടുങ്ങി അത് അവസാനിപ്പിക്കേണ്ടി വരുന്ന വളരെ ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോഴും പല ആളുകളും അനുഭവിക്കുകയാണ് പല രീതിയിലുള്ള പീഡനങ്ങൾ. പലപ്പോഴും പല ടോക്സിക് പ്രണയബന്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാവാത്ത വിധം അവർ വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ചിലതൊക്കെ ഈ കരുവാരക്കുണ്ടിലെ സംഭവം പോലെ മരണങ്ങളിലേക്കും അതിദാരുണമായ സംഭവങ്ങളിലേക്കും എത്തുന്നു എന്ന് മാത്രം. നമ്മുടെ പുതിയ ലോകത്തെ, പുതിയ കാഴ്ചപ്പാടിലെ, പുതിയ രീതികളിൽ സംഭവിക്കുന്ന ചില ക്രൂരമായ സംഭവ വികാസങ്ങൾ അങ്ങനെ മാത്രം ഇതിനെ നോക്കിക്കാണാൻ സാധിക്കുന്നില്ലോ. നേരത്തെ ആ ടീച്ചർ അഭിപ്രായപ്പെട്ടതുപോലെ പല ആളുകൾക്കും ഈ വാർത്ത കണ്ടിട്ട് ഒട്ടും ഞെട്ടലുണ്ടായിട്ടില്ല. അവർ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ പേക്കൂത്തുകളാണ് ഇവിടെ നടക്കുന്നതെന്ന്. ഏതായാലും നമ്മുടെ കുട്ടികളെ, നമ്മുടെ സമൂഹത്തെ ദൈവം രക്ഷിക്കട്ടെ എന്നേ പറയാൻ സാധിക്കും.